പൊതുവേദിയിൽ വെച്ച് മുൻ മന്ത്രി കെ.ടി. ജലീൽ ഒരു കുട്ടിയോട് കാണിച്ച പെരുമാറ്റം ഖേദകരമാണെന്ന് മന്ത്രി എ.പി. അനിൽകുമാർ. ഇന്നത്തെ കാലത്ത് രക്ഷിതാക്കൾക്ക് പോലും കുട്ടികളെ ശിക്ഷിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെയിരിക്കെ ജലീലിന്റെ പ്രവൃത്തി സദുദ്ദേശപരമായിരുന്നാൽ പോലും അദ്ദേഹം അതിൽ ഖേദം പ്രകടിപ്പിക്കുകയാണ് വേണ്ടത്. അതിനു പകരം ന്യായീകരിക്കുന്നത് ശരിയല്ലെന്ന് മന്ത്രി കണ്ണൂരിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. കാര്യമാണ് പറഞ്ഞത് എന്നാണ്. പൊതുപ്രവർത്തകൻ എന്ന രീതിയിൽ കെ.ടി. ജലീൽ ചെയ്തത് ശരിയാണോ തെറ്റാണോ? പഴയ കാലഘട്ടം പോലെയല്ല. മുമ്പൊക്കെ നമ്മൾ പറയാ കുട്ടികളെ അടിച്ചു വളർത്തണം എന്നുള്ള രീതിയിലാണ് പറയാം. പക്ഷെ കാലം ഇന്ന് മാറിക്കഴിഞ്ഞു. ഇന്ന് രക്ഷിതാക്കൾക്ക് പോലും ഇന്ന് കുട്ടികളെ അടിക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു കാലഘട്ടമാണ്. ആ രീതിയിലാണ് ഇന്ന് കാലത്തിന്റെ ഒരു മാറ്റം. കാലത്തിന്റെ മാറ്റമല്ല, അതാണ് ശരി എന്നാണ് പറയുന്നത്. ഒരു രീതിയിലും കുട്ടികളുടെ മാനസിക വളർച്ചയ്ക്ക് തിരിച്ചടികൾ ഒന്നും ഉണ്ടാവരുത്, രക്ഷിതാക്കളുടെ ഭാഗത്ത് പോലും ഉണ്ടാവരുത് എന്നുള്ളതാണ്. രക്ഷിതാക്കൾ ചെയ്താൽ പോലും രക്ഷിതാക്കളെ കൗൺസിലിംഗ് നടത്തണം എന്നാണ് ഇന്ന് പറയുന്നത്. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ഒരു പൊതുവേദിയിൽ വെച്ച്, അദ്ദേഹം അധ്യാപകനാണ്, ഒരു പൊതുവേദിയിൽ വെച്ച് മറ്റു കുട്ടികളുടെ ഇടയിൽ നിന്ന് ഒരാളെ വിളിച്ചു വരുത്തി, നമ്മൾ കുട്ടികളാവുമ്പോൾ എല്ലാ കാര്യങ്ങൾക്കും എല്ലാവർക്കും ആൻസർ ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ എന്തെങ്കിലും പാളിച്ചകളുണ്ടാവും. അപ്പം അവിടെ വെച്ച് തന്നെ അതിനകത്ത് ശിക്ഷ കൊടുക്കുക, അല്ലെങ്കിൽ അവരെ കുട്ടികളെ മറ്റുള്ളവരുടെ ഇടയിൽ വല്ല മോശക്കാരായി കാണിക്കുക എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസികമായ പ്രയാസം വളരെ വലുതായിരിക്കും. അത് പഴയ കാലത്ത് നിന്നുകൊണ്ടല്ല, പുതിയ കാലത്ത് നിന്നുകൊണ്ട് ജലീൽ ചിന്തിച്ചാൽ ജലീലിന് അത് തെറ്റു പറയേണ്ടി വരും. ജലീൽ ഇപ്പോഴും നിൽക്കുന്ന പഴയ കാലത്ത് നിന്നുകൊണ്ടാണ് അത് മറുപടി പറയുന്നത്. അതിനെ ന്യായീകരിക്കലല്ല, അതൊരു നല്ല സന്ദേശമല്ല സമൂഹത്തിന് കൊടുക്കുന്നത്. അദ്ദേഹത്തിന്റെ അടുത്ത് അദ്ദേഹം ചെയ്തൊരു കാര്യം അദ്ദേഹം ഒരു സദുദ്ദേശത്തോട് ചെയ്താണെങ്കിൽ പോലും ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ശരിയല്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞ് അത് തെറ്റാണ് എന്ന് സമ്മതിക്കുന്നതായിരിക്കും അദ്ദേഹത്തിന് ശരിയെന്നാണ് എനിക്ക് തോന്നുന്നത്.